Hello students, myself Alfie Elizabeth Joseph, Assistant Professor Tripoli Department, SNIT, Adobe. So, I will continue Flexible AC Transmission System Module 1 in the revision. This is revision number 5. So far we have completed Module 1 to Module 6 and started revision on Module 1. In the revise series compensation. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യാം. ഫാക്സ് ടെക്നോളജി എന്നാണ് ബേസിക്കലി അത് ഒരു കൺട്രോളർ അല്ലെ ഒന്നിൽ കൂടുതലോ കൺട്രോളർ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് സിസ്റ്റം പാരാമീറ്റേഴ്സ് ആയ സീരീസ് ഇംപിഡൻസ്, ഷണ്ട് ഇംപിഡൻസ്, കറന്റ്, വോൾട്ടേജ് അതേപോലെ ഓസിലേഷൻസിനെ ഒക്കെ ഡാമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പാരാമീറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺട്രോളേഴ്സ് ആണെന്ത് ഫാക്സ് ടെക്നോളജിയിൽ ഉൾപ്പെടുന്നത്. അൾട്ടിമേറ്റ്ലി പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഫാക്സ് ടെക്നോളജിയുടെ എയിം. നമുക്കറിയാം പവർ ട്രാൻസ്ഫർ ഇക്വേഷൻ P equals V1 V2 sin delta by X ആണ്. ഇപ്പോൾ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് റിയാക്ടൻസിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആംഗിളിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെ പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. So the voltage profile along the line can be controlled by reactive power shunt compensation വഴി നമുക്ക് വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സീരീസ് ലൈൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സീരീസ് കപ്പാസിറ്റി കോമ്പൻസേഷൻ. ആൻഡ് ലാസ്റ്റ് കൺട്രോളിംഗ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ആംഗിൾ ആണ്. സോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫേസ് ഷിഫ്റ്റിംഗ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ മെയ് 2019 ഉണ്ടായിരുന്നതാണ്. ഹൗ സീരീസ് കപ്പാസിറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ ഫ്ലോ കൺട്രോൾ ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ. Derive the power transfer equation and explain the influence with power angle curve. The 10 mark question ആണ്. So ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് സീരീസ് കോമ്പൻസേഷനും and power angle curve along with its derivation for power transfer equation. Transmission line compensation, basically 3 types. Compensation by a series capacitor connected at the midpoint of line. അതിനെയാണ് സീരീസ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ട യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പൻസേഷൻ ആണ്. ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച് നമുക്ക് പവർ ട്രാൻസ്ഫറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സീരീസ് കോമ്പൻസേഷൻ. Shunt compensation connected at the midpoint of the line, second type, and third one is phase angle control. Series compensation. So സീരീസ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കപ്പാസിറ്ററിനെ ട്രാൻസ്മിഷൻ ലൈനിന് സീരീസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇൻ എഫക്റ്റ് എന്താ സംഭവിക്കുക, ട്രാൻസ്മിഷൻ ലൈനിന്റെ റിയാക്ടൻസ് എക്സ് ആണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കുറയും, എക്സ് മൈനസ് എക്സ് ആകും. സോ എഫക്റ്റീവ് ഇംപിഡൻസ് കുറയുവാണ്. ഇംപിഡൻസ് കുറഞ്ഞാൽ പവർ ട്രാൻസ്ഫർ കൂടും. അതാണ് സീരീസ് കോമ്പൻസേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. So series capacity compensation can be used to reduce the series transmission impedance from sending end to the receiving end. അതായത് പവർ ഈക്വൽസ് V1 V2 by X sin delta എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അതിൻ്റെ അകത്തിന് എക്സിനെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. സീരീസ് ഇംപിഡൻസിന്റെ വാല്യൂവിനെ കുറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇംപിഡൻസ് കുറയണം, അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് കുറയും. ഡ്രോപ്പ് കുറയുമ്പോൾ നമ്മുടെ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു VS തന്നെയായിരിക്കും. ഇതാണ് സീരീസ് കോമ്പൻസേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന്റെ ആൻസർ. സോ സീരീസ് കോമ്പൻസേഷൻ നമ്മൾ കണ്ടു. സീരീസ് കണക്റ്റഡ് കപ്പാസിറ്റർ ഉപയോഗിച്ച് പവർ ട്രാൻസ്ഫറിനെ കൂട്ടാൻ പറ്റും. സീരീസ് റിയാക്ടൻസിന്റെ കോമ്പൻസേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ആവും. ഇതിനകത്ത് നിന്ന് എക്സ് കോമൺ എടുക്കുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് കെ ഇൻറ്റു എക്സ്. കെ എന്ന് പറയുന്നത് എക്സ് സി ബൈ എക്സ് ഡിഗ്രി ഓഫ് സീരീസ് കോമ്പൻസേഷൻ. അതിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ വാല്യൂ കൂടുന്തോറും ഈ ഡിഫറൻസ് കുറഞ്ഞു വരും. സോ പവർ കൂടും. നമുക്ക് ഫിക്സഡ് സീരീസ് കപ്പാസിറ്റർ ആയിരുന്നു ഈ പവർ ട്രാൻസ്ഫർ കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് എക്കണോമിക്കലായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് തൈറിസ്റ്റ് സ്വിച്ചസ് വെച്ചിട്ട് നമുക്ക് സീരീസ് കോമ്പൻസേഷന്റെ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ് ഇങ്ങനെ സീരീസ് കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ ട്രാൻസ്മിഷൻ
ന്റെ ഇംപിഡൻസ് എഫക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ it will be equal to total reactance XC എന്ന് capacity reactance XC കുറയ്ക്കണം. So ഇതിൻ്റെ അകത്ത് X കോമൺ എടുക്കുമ്പോൾ X effective equals 1 minus XC by X into X എന്ന് വരും. ആ XC by X നെ നമുക്ക് എന്തായിട്ട് ഡിനോട്ട് ചെയ്യാം? K എന്ന് ഡിനോട്ട് ചെയ്യാം. where K is the degree of series compensation. അതിൻ്റെ വാല്യൂ 0യും 1നും ഇടയ്ക്കായിരിക്കണം. മുമ്പിൽ പറഞ്ഞു 1നേക്കാളും കൂടുവാണ് ഇത് കുറയുന്നത്. പക്ഷെ 1നേക്കാളും കൂടാൻ പാടില്ല, 1നേക്കാളും കുറഞ്ഞു തന്നെ ഇരിക്കും. 0 to 1 വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇത് സീരീസ് കോമ്പൻസേഷന്റെ പടം. ഇനി അതിന്റെ ഫേസർ ഡയഗ്രം നമ്മൾ വരയ്ക്കുവാണ്. സോ നമുക്കറിയാം സെൻഡിങ് എൻഡ് വോൾട്ടേജ് ഉണ്ട്, റിസീവിങ് എൻഡ് വോൾട്ടേജ് ഉണ്ട്. സോ ഇത് തമ്മിലുള്ള ട്രാൻസ്മിഷൻ ആംഗിൾ ആണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ ആംഗിളിൽ ഇത് രണ്ടും വരച്ചു. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ലെങ്ത് ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കുക. ഇനി കാരണം ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് എക്സിനെ ഒത്തിരി കുറയുവാണ്. സോ ഡ്രോപ്പ് വളരെ കുറയും. അപ്പോൾ VR will be equal to VS എന്ന് വേണേൽ പറയാം. സോ VR at an angle ഡെൽറ്റ വരച്ചു. അതിന്റെ കൃത്യം മിഡ് പോയിന്റിലാണ് നമ്മുടെ മിഡ് പോയിന്റ് വോൾട്ടേജ് VM. ഇനി ഇത്രയും നമ്മൾ എന്തായിട്ട് എടുത്തു? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ട്രാൻസ്മിഷൻ ലൈൻ റിയാക്ടൻസ് VX എന്നെടുത്തു. അങ്ങനെയാണ് VS എന്ന് പറഞ്ഞാൽ ഈ VMന്റെ കൂടെ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് കൂട്ടുന്നതാണ് എന്താ? VS. ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 2 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടായി പോയിട്ട് ഇവിടെ എത്ര ഉണ്ടാവും? 3 വോൾട്ട്. ആ സെയിം കൺസെപ്റ്റ് തന്നെ. സോ VS എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിലോ നമ്മൾ നോക്കുക, VM പ്ലസ് ഡ്രോപ്പ് വരണം. ആ ഡ്രോപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ടാ വരുന്നത്. ടോട്ടൽ ഡ്രോപ്പ് ഇങ്ങനെയായിരുന്നു. അതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഇതാണ് കൂടുതൽ. അതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ഡ്രോപ്പ് കിട്ടി. സോ VS ഈക്വൽ ടു VM പ്ലസ് ഈ I ഇൻറ്റു J ഇൻറ്റു XC/2 മൈനസ് അല്ലെങ്കിൽ X/2 മൈനസ് XC/2 ആ ഡ്രോപ്പ് കിട്ടും. അതാണ് VS. അതേപോലെ VMന്റെ കൂടെ ഈ ഡ്രോപ്പ് കുറയ്ക്കുന്നതാണ് എന്ത്? VR. സോ VM ടോട്ടൽ ട്രാൻസ്മിഷൻ ലൈൻ നെക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് VX ആണ്. സോ ഇങ്ങോട്ട് കൃത്യം മിഡ് പോയിന്റിലാണെങ്കിൽ ഇവിടെ VX/2 വന്നേനെ. അപ്പോൾ ആ VX/2 നിന്ന് ഏത് കുറയ്ക്കണം? കപ്പാസിറ്ററിന് XC/2 നെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കുറയ്ക്കുന്നു. അപ്പോൾ പോയിട്ട് എത്ര കിട്ടി? ഇത്രയും കിട്ടി. സോ VM പ്ലസ് ദിസ് ഡ്രോപ്പ് ആണ് എന്ത്? VR എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഫേസർ ഡയഗ്രം വരയ്ക്കുന്നത്. സോ നമുക്ക് ഫേസർ ഡയഗ്രം നോക്കിയിട്ട് VSഉം VR എന്ന് പറഞ്ഞാൽ V തന്നെ എടുക്കുക. കാരണം X കുറയുന്നതുകൊണ്ടാണ് VS ഈസ് ഈക്വൽ ടു VR എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ദ കറണ്ട് ഇൻ ദ കോമ്പൻസേറ്റഡ് ലൈൻ ആൻഡ് ദ കറസ്പോണ്ടിങ് റിയൽ പവർ ക്യാൻ ബി ഡിറൈവ്. സോ I ഈക്വൽ ടു എങ്ങനെ നമുക്ക് കിട്ടുന്നത്? VMഉം കറണ്ട് ഇൻ ഫേസ് ആണ്. സോ VM by X അതിൻ്റെ അകത്ത് നിന്ന് I ഈസ് ഈക്വൽ ടു 2V/1 മൈനസ് K ഇൻറ്റു X ഇൻറ്റു സൈൻ ഡെൽറ്റ ബൈ 2 എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി പവർ, റിയൽ പവർ ഫ്ലോന്റെ ഇക്വേഷൻ VM ഇൻറ്റു I ആണ്. സോ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫൈനലി കിട്ടേണ്ട ഇക്വേഷൻ V²/1 മൈനസ് K ഇൻറ്റു X ഇൻറ്റു സൈൻ ഡെൽറ്റ. In that question we are asked to derive the equation for the transmission of power flow. So ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. കറണ്ട് ഓൾറെഡി നമ്മൾ എഴുതിയെന്ന് 2V/1 മൈനസ് K ഇൻറ്റു X ഇൻറ്റു സൈൻ ഡെൽറ്റ ബൈ 2. പവറിൻ്റെ ഇക്വേഷൻ VM ഇൻറ്റു I. ഫേസർ ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് VM ഈക്വൽസ് BS ഇൻറ്റു കോസ് ഡെൽറ്റ ബൈ 2 എന്ന് കിട്ടും. സോ പവർ ഈക്വൽസ് എന്ത് വരും? BMന് വരെ എന്തിട്ട് കൊടുക്കാം? VS. VS എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ V എന്ന് എടുത്തു. സോ V ഇൻറ്റു കോസ് ഡെൽറ്റ ബൈ 2 ഇൻറ്റു Iക്ക് വരെ ഏതിട്ട് കൊടുക്കാം? 2V/1 മൈനസ് K ഇൻറ്റു X ഇൻറ്റു സൈൻ ഡെൽറ്റ ബൈ 2 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു VM മൾട്ടിപ്ലൈ ചെയ്ത് V²/1 മൈനസ് K ഇൻറ്റു X ഇൻറ്റു 2 ഇൻറ്റു കോസ് ഡെൽറ്റ ബൈ 2 സൈൻ ഡെൽറ്റ ബൈ 2 ഒരുമിച്ച് ചെയ്ത്. നമുക്കറിയാവുന്ന ഒരു ഐഡന്റിറ്റിയാണ് സൈൻ 2θ അല്ലെങ്കിൽ സൈൻ 2 ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 സൈൻ ഡെൽറ്റ ഇൻറ്റു കോസ് ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആംഗിളിന്റെ വാല്യൂ ഡെൽറ്റ ബൈ 2 ആണെങ്കിൽ സൈൻ 2 ഇൻറ്റു ഡെൽറ്റ ബൈ 2 എന്ന് പറയുമ്പോൾ സൈൻ ഡെൽറ്റ ആയിട്ട് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സൈൻ ഡെൽറ്റ ബൈ 2 ഇൻറ്റു കോസ് ഡെൽറ്റ ബൈ 2. അപ്പം ഈ ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പം ഈ ടേമിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം?
സൈൻ ഡെൽറ്റ ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 1 മൈനസ് കെ ഇൻറ്റു എക്സ് ഇൻറ്റു ഈ ടേമിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? സൈൻ ഡെൽറ്റ. ഇതാണ് നമുക്ക് വേണ്ട പവർ, റിയൽ പവറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ ഇത്രയും എഴുതാം. സോ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ റിയൽ പവർ ഫ്ലോ മാത്രമല്ല റിയാക്റ്റീവ് പവറും ഉണ്ട്. അത് മെയിൻലി ഇൻഡക്ടർ അല്ലെ കപ്പാസിറ്റർ പോലത്തെ എലമെന്റ്സ് കാരണമാണ്. സോ ക്യൂ ഇനി കണ്ടുപിടിക്കാം റിയാക്റ്റീവ് പവർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു എക്സ് സി. സോ റിയാക്റ്റീവ് പവർ ഒന്നെങ്കിൽ ഇൻഡക്ടർ ആണെങ്കിൽ അബ്സോർവ് ചെയ്യും, കപ്പാസിറ്റർ ആണ് ജനറേറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഐ സ്ക്വയർ ഇൻറ്റു എക്സ് സി എന്ന് പറയുന്നത്. ഐ എന്ന് പറഞ്ഞ ഓൾറെഡി നമ്മൾ എഴുതിയത് 2b ബൈ 1 മൈനസ് കെ ഇൻറ്റു എക്സ് എന്നായിരുന്നു. സോ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2b ബൈ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഡെൽറ്റ ബൈ 2 ഇത്രയും ഐ സ്ക്വയർ വന്നു ഇൻറ്റു എക്സ് സി. ഇപ്പം 2b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4b സ്ക്വയർ ബൈ 1 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഡെൽറ്റ ബൈ 2. അതിനെ എങ്ങനെ എഴുതാം? നമുക്കൊരു ഐഡന്റിറ്റി അറിയാം, സൈൻ സ്ക്വയർ ഡെൽറ്റ ഈക്വൽസ് 1 മൈനസ് കോസ് 2 ഡെൽറ്റ ബൈ 2. അങ്ങനെയാണ് ഡെൽറ്റയുടെ സ്ഥാനത്ത് ഡെൽറ്റ ബൈ 2 വരുമ്പോൾ എന്ത് ചെയ്യും? സൈൻ സ്ക്വയർ ഡെൽറ്റ ബൈ 2 ഈക്വൽസ് ഇവിടെ 2 ഇൻറ്റു ഡെൽറ്റ ബൈ 2 ബൈ 2 ഈ 2 കൂടെ ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? 1 മൈനസ് കോസ് ഡെൽറ്റ ബൈ 2 എന്ന് കിട്ടും. സോ സൈൻ സ്ക്വയർ ഡെൽറ്റ ബൈ 2നെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? 1 മൈനസ് കോസ് ഓഫ് ഡെൽറ്റ ബൈ the whole divided by 2 into നമുക്കറിയാം ഡിഗ്രി ഓഫ് കോമ്പൻസേഷൻ കെയുടെ ആൻസർ എന്താ? എക്സ് സി ബൈ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് സി ഉണ്ട്, ആ എക്സ് സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കെ ഇൻറ്റു എക്സ് എഴുതാം. സോ കെ ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു. ഈ എക്സും ഇവിടുത്തെ എക്സ് സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോയിട്ട് ഒരു എക്സ് റിമൈൻ ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 4v സ്ക്വയർ ബൈ 1 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു k into 1 minus cos delta the whole divided by 2. The angle നല്ല ഈ 2, ഇത് all divided by ആണ്. സോ ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ആക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? q is equal to 2v square by x into 1 minus k the whole square into k into 1 minus cos delta. ഒന്നുകൂടെ റീഅറേഞ്ച് എഴുതുമ്പോൾ പറ്റും q is equal to 2v square by x into k by 1 minus k the whole square into 1 minus cos delta. ഇതാണ് റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ നമ്മൾ റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ കൺക്ലൂഡ് ചെയ്ത് എഴുതി 2v square by x into k into 1 minus k the whole square into 1 minus cos delta. അപ്പോൾ റിയൽ പവറിന്റെ കിട്ടി, റിയാക്റ്റീവ് പവർ സീരീസ് കപ്പാസിറ്റർ റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ കിട്ടി, ആൻഡ് പവർ ആംഗിൾ ഡെൽറ്റ എല്ലാ ഇക്വേഷനകത്ത് ഡെൽറ്റ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഈ പവറും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ആ ഫിഗറിൽ നമ്മൾ കെയുടെ പല വാല്യൂസിൽ എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ എന്ന് നോക്കാം. കെ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി ഓഫ് സീരീസ് കോമ്പൻസേഷൻ. അതിൻ്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം ഇരിക്കേണ്ടത്. സോ റിയൽ റിയാക്റ്റീവ് പവർ വേഴ്സസ് ഡെൽറ്റ ആണ്. ഡെൽറ്റ പൈ ബൈ 2, ഇത് 0, പൈ ബൈ 2 പൈ. ഇപ്പോൾ റിയലും റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി. റിയൽ പവറിൽ പ്രൊപ്പോർഷണൽ ടു സൈൻ ഡെൽറ്റ ആണ്. അങ്ങനെയാണ് ഡെൽറ്റ 0 ആകുമ്പോൾ റിയൽ പവറിൻ്റെ ഇക്വേഷൻ എന്താ? 0 തന്നെയാണ്. ഡെൽറ്റ ബൈ 2 ആകുമ്പോൾ സൈൻ ഡെൽറ്റ ബൈ 2 അതിൻ്റെ 1 എന്ന് വരും. സോ അതിൻ്റെ അന്നേരം റിയൽ പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് എന്താ? v സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് കെ എന്ന് വരും. ഇതാണ് റിയൽ പവറിൻ്റെ മാക്സിമം വാല്യൂ. ഈ പോയിന്റാണ് ഡെൽറ്റ ബൈ 2. അതിനുശേഷം ഡെൽറ്റ കൂടും തോറും സൈൻ ഡെൽറ്റയുടെ വാല്യൂ കുറയും. ഒബിയസ്ലി റിയൽ പവർ കുറഞ്ഞു വരും. സൈൻ ഡെൽറ്റയുടെ വാല്യൂ പൈ ആകുമ്പോൾ സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ റിയൽ പവർ എങ്ങോട്ട് തിരിച്ചു വരും? 0. ഈ ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ ഫസ്റ്റ് കർവ് ആണ് എന്ത്? k ഈസ് ഈക്വൽ ടു 0, ഡിഗ്രി ഓഫ് സീരീസ് കോമ്പൻസേഷൻ ഇല്ലാത്തപ്പോൾ കേസ്. അടുത്തത് k ഈസ് ഈക്വൽ ടു 0.2 ആകുമ്പോഴത്തേക്കുള്ളതാണ് റിയൽ പവർ ഫ്ലോ വേരിയേഷൻ വിത്ത് ഡെൽറ്റ ഇത്. ഇനി k ഈസ് ഈക്വൽ ടു 0.4 കണ്ടോ? ഡിഗ്രി ഓഫ് സീരീസ് കോമ്പൻസേഷൻ കൂടും തോറും നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ കൂടി വരുവാണ്. പക്ഷെ k ഒരിക്കലും 1നേക്കാൾ കൂടാൻ പറ്റത്തില്ല, 0ക്കും 1നും ഇടയ്ക്കാണ്. സീരീസ് കോമ്പൻസേഷന്റെ ഡിഗ്രി എഫക്റ്റ് കൂടും തോറും നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ കൂടും. അതാണ് റിയൽ പവറിന്റെ കേസ്. ഇനി റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ 2v സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കെ ഇൻറ്റു 1 മൈനസ് കോസ് ഡെൽറ്റ.
നമുക്കറിയാം ഡെൽറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ കോസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ കോസ് 0 1 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ 0. സോ റിയാക്റ്റീവ് പവറിന്റെ വാല്യൂ ഡെൽറ്റ 0 ആകുമ്പോൾ 0 തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഡെൽറ്റയുടെ വാല്യൂ π/2 ആകുമ്പോഴത്തേക്ക് എന്ത് വരും? കോസ് π/2 എന്തുവാ 0. സോ 1 മൈനസ് 0 1 ആയി. അന്നേരം കിട്ടുന്ന എത്രയാ 2v²/k ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് k സ്ക്വയർ. അതാണ് QS എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവറിന്റെ ത്രൂ സീരീസ് കോമ്പൻസേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആൻസർ. ഇനി വീണ്ടും ഡെൽറ്റ പൈ ആകുമ്പോൾ എന്താ കോസ് പൈന്റെ ഇക്വേഷൻ എന്തുവാ -1 സോ 1 മൈനസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താ 1 പ്ലസ് 1 2 ആയി. അപ്പൊ കിട്ടുന്ന ആൻസർ എന്താ 4 ആ. ദാറ്റ് ഈസ് 4 ഇൻറ്റു 2v²/k ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് k സ്ക്വയർ എന്ന് വരും. ഒത്തിരി കൂടും. പൈ ആയപ്പോൾ വാല്യൂ ഒരുപാട് കൂടി റിയാക്റ്റീവ് പവർ. ഇതാണ് വേരിയേഷൻ ഓഫ് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ വേഴ്സസ് ഡെൽറ്റ. അപ്പൊ ഡിഗ്രി ഓഫ് കോമ്പൻസേഷൻ കൂടും തോറും റിയലും റിയാക്റ്റീവ് പവറും കൂടുകയാണ് ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ട്രാൻസ്മിറ്റബിൾ പവർ അതായത് റിയൽ റിയാക്റ്റീവ് പവർ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഡിഗ്രി ഓഫ് സീരീസ് കോമ്പൻസേഷൻ k. അതേപോലെ റിയാക്റ്റീവ് പവറും കെയുടെ അനുസരിച്ച് കൂടും. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ റിയൽ പവർ ആണ്. റിയാക്റ്റീവ് പവർ അബ്സോർവ് ചെയ്യുക അല്ല ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് പവറിന്റെ കേസിലാണെങ്കിലും കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇറ്റ് ഇൻക്രീസസ് ഷാർപ്ലി വിത്ത് k.